ചങ്ങായിമാരെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല, നിമിഷപ്രിയന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വന്നു കഴിഞ്ഞാല് കുമ്മനടിക്കാൻ വേണ്ടി അത് നമ്മളാ ചെയ്തെന്നും പറഞ്ഞിട്ട് കുറെ കുമ്മന ടീംസ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഉണ്ടായി. കാന്തപുരം ഒന്നല്ല ഇതിന് മെനക്കെട്ടത് പോലും. ആരാ പറഞ്ഞെന്നറിയും? വിസർജനം പറഞ്ഞ നിങ്ങൾ കേട്ടോ. കാന്തപുരത്തിന്റേത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിച്ചത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരും. സംസ്ഥയുടെ വാദങ്ങൾ തള്ളി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. ഏത് ജെറോം? എന്ത് ജെറോം? ഇത്രയും ദിവസം തൂക്ക് കയറിന്റെ മുന്നിൽ എത്തുന്നവരെ ഈ ഒരു വേട്ടാവളിയും ജെറോമിനെ നമ്മൾ എവിടെയും കണ്ടില്ല. ഇപ്പൊ സംഘികൾ എന്താക്കി? ഈ സമാനതന നൂലിൽ കെട്ടി ഇറക്കി ഒരു പുണ്ണാക്ക് ചെയ്യേണ്ട ആടിയിരുന്ന് വായ്ത്താളം മാത്രം വിട്ട ഒരു കൂതര ക്രിസംഗി ജെറോം. ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ വധശിക്ഷ താൽക്കാലികമായി ഒന്ന് തടസ്സപ്പെടുത്തിയിട്ടുള്ളേ. അപ്പോഴേക്ക് എന്റെ അപ്പോ ഇത് വിശ്വസിക്കുന്ന കുറെ സംഖ്യകളുണ്ട് കേട്ടോ. ഈ ശരിക്കു പറഞ്ഞ കേന്ദ്ര സർക്കാരും ഗവർണറും ഈ വിസർജനത്തിനെതിരെയും ഈ ജെറോമിനെതിരെയും നടപടിയെടുക്കണം, നിയമ നടപടിയെടുക്കണം. ഈ ജെറോമിനാ നിമിഷപ്രിയനെ മോചിപ്പിച്ചിട്ട് അതിന്റെ പകരമായി ഈ ജെറോം എന്ന് പറഞ്ഞ ഈ വട്ടാവളിയനാ അവിടെ കയറ്റണം, ആ ജയിലും കിട്ടേക്കണം. ആർക്കും വേണ്ട. കേരളത്തിന് എന്തിന് ഓനെ പെറ്റ അമ്മക്ക് വരെ ഓനെ വേണ്ട. അമ്മാർക്ക് സംഖ്യയാവും. ശരിക്കു പറഞ്ഞ വിസർജനം ഇപ്പം ചെയ്തത് കേന്ദ്ര സർക്കാരിനെയും ഗവർണറെ അവമാനിക്കുന്ന പരിപാടിയല്ലേ. അതായത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതാണ്. അറിയിച്ച വാർത്തയോട് നിങ്ങൾ കണ്ടോ? നിമിഷപ്രിയയുടെ കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം, സങ്കടകരമെന്ന് സുപ്രീം കോടതി ചോദിച്ചതാ കേന്ദ്രത്തോട്, ഇനി എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. എങ്ങനെ തൂക്കാൻ വേണ്ടി ഡേറ്റ് തീരുമാനിച്ച ശേഷം ചോദിച്ചതാണ്. അന്നേരം പറഞ്ഞ് ഇനി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാൽ എന്റെ വിസർജനം നിങ്ങളെ സംഖ്യകൾ ഇമാരി പൊട്ടന്മാറാച്ചിട്ട് എന്നാലും ഓരോ ജെറോമിനിയോ കുറോമിനിയോ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് എന്നാലും സംഖ്യകളും ഇങ്ങനെ വിശ്വസിക്കുക. അത്ര പൊട്ടന്മാറാ. ശരിക്കെന്താ അവിടെ നടന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ ആശ്മി പറയുന്നുണ്ട്. ആശ്മി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോഴും സമാധാനത്തിന്റെ ഒരു ദീർഘനിശ്വാസത്തിന് സമയമായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ നാളെ ആ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപിടിച്ചു കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയയുടെ ആ മരണ വാറന്റ് നീട്ടിവെച്ച കാര്യം. നേരിട്ട് അറിയിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ്. ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ ദൌത്യം. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം. കേന്ദ്ര സർക്കാരിനടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി. അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ 24 മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം. ആ രാജ്യത്തെ സൗഹൃദങ്ങൾ, സ്വാധീനങ്ങൾ, യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി. ആ വ്യക്തിപ്രഭാവത്തിന്, മാനവസ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ, ദീർഘായുസ്സിന് പ്രാർത്ഥനകൾ. അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആ കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ, സഹോദരൻ, അവരുടെ കുടുംബങ്ങൾ, ഗോത്രങ്ങൾ, രക്ഷാവഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ്. ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ്. ആ ബ്ലഡ് മണി അതെത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പിറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ്. ലോകത്തോട് പിന്നെയും കരുത്തോടെ കാമ്പോട് ആർജവത്തിൽ നമ്മൾ പറയുന്നു, വെറുപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം. വീണുകിടക്കുന്നവന്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം. ഇതാണ് കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി. കേട്ട സംഘികളെ, ആ കേരള സ്റ്റോറിയിൽ നിങ്ങൾ സംഘികളില്ല. നിങ്ങളെ പറ്റിട്ടാന്ന് പറഞ്ഞ ഈ കുത്തിത്തിരിപ്പ് ടീം നാശ്മി കേട്ടാ. ഇമാതിരി കുത്തിത്തിരിപ്പ് ടീം ലോകത്തുണ്ടാവില്ല നിങ്ങളെപ്പോലത്തെ സംഘികളെ. നിങ്ങളാ കാന്തപുരത്തിന് നന്ദി പറയണമെന്ന് വീണ്ടും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇമാതിരി ഊളത്തരവും കൊണ്ട് വരാണ്ട് തുടങ്ങിയേക്ക് നിങ്ങളൊരു നന്ദിയും പറയണ്ട. നിങ്ങളൊന്നും ചെയ്തില്ല നമുക്കറിയാം. എന്ന് അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരുന്ന പോരെ. ഇമാതിരി കോമഡി പീസാകാം. സത്യം പറഞ്ഞ സംഘികൾ തന്നെ ആ വിസർജനത്തിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇടുന്നുണ്ട്. നിർത്തടോ തന്തയില്ല. സംഘികൾക്ക് തന്നെ സഹിക്കുന്നില്ല ഇമാതിരി തന്തയില്ലായ്മ. യമനിലെ കോടതി ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്ന വിവരം, ഉത്തരവ് നേരിട്ട് അറിയിച്ചതാരെ അറിയാം? കാന്തപുരത്തിനാ. ആ ഉത്തരവ് കാന്തപുരത്തിന് ഇടുക്കിയിട്ട്. പക്ഷെ സംഖ്യകളും വിസർജനം എന്താ പറയാ, അത് നമ്മൾ കോടതിയോട് നേരിട്ട് അറിയിച്ചിന്. നിങ്ങൾ അത് നേരെ കാന്തപുരത്തിന് കൊടുത്തോ. നമുക്കതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. പാവം കാന്തപുരം അതിന്റെ ക്രെഡിറ്റ് എടുത്തോട്ട് നമ്മൾ വിസർജനം നമ്പ്യാർ നേരിട്ട് യമനിലെ കോടതിനെ വിളിച്ചിട്ട് അവിടുത്തെ ജഡ്ജിനോട് പറഞ്ഞെന്നാ പറയാ. അത് കേട്ട് കൈയടിക്കാനും ഷെയർ ചെയ്യാനും കുറെ ചാണകവും പച്ച മൂത്രവും തിന്നുന്ന കുറെ സാമാനങ്ങളുണ്ട് സംഖ്യകളിൽ. ആ ഉത്തരവ് ഇവരെ മുന്നിൽ കാണിച്ചു കൊടുത്താ പറയാ, അയ്യ അങ്ങെന്താ അതെന്ത് ഉത്തരവ്? അതൊന്നല്ലോ. ഉത്തരവെല്ലാം നമ്മളെ വിസർജനം ടീമിന്റെ കൈമിലുണ്ടെന്ന് അറിയാം. എല്ലാ സാധനവും. നമ്മുടെ ശങ്കരാടി മറ്റേ വിയറ്റ്നാം കോളനി പറയുന്നില്ലേ,
ഈ രേഖ, ഈ കൈരേഖ എല്ലാ ഉത്തരവും വിസർജന നമ്പ്യാരടിക്കുള്ളേ. വിസർജന നമ്പ്യാർ കൈമിൽ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് സാമാനവും ഉണ്ടാവും. ഇനി എനിക്ക് പറയാനുള്ളത് ഹാർപ്പിക് ഹുസൈനെ കുറിച്ചാണ്. ദൈവമില്ല, മുസ്ലിങ്ങൾ മദ്രസ പൊട്ടന്മാരാണ്, മറ്റേതാന്നും മറിച്ചതാന്നെല്ലാം പറയുന്ന ഈ ഹാർപ്പിക് ഹുസൈനെ, നീ പറഞ്ഞ മദ്രസ പൊട്ടന്മാർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനുഷ്യത്വമുള്ളവര്. ആ മനുഷ്യത്വം അവര് പഠിച്ചത് മദ്രസകളിൽ നിന്നാണ്. നീ മദ്രസയിൽ പകുതിക്ക് പോയിട്ട് അവിടുന്ന് തന്തയില്ലായ്മ കാണിച്ചപ്പോ ആൾക്കാർ അടിച്ചു ഓടിച്ചിട്ട് ഇപ്പം വന്നിട്ട് മദ്രസേനെ ചീത്ത പറഞ്ഞ നായില്ലേ നീ? നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നീ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും? നിന്റെ ഗുരു ഉണ്ടല്ലേ രവിചന്ദ്രൻ സി, അയാളോടും കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ വാദോരാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ല ദൈവങ്ങളില്ല ദൈവങ്ങളില്ല. ഓക്കെ, ദൈവങ്ങളില്ലെങ്കിൽ നിങ്ങൾ എത്ര പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും? ഈ ദൈവവിശ്വാസികളായ മനുഷ്യരെല്ലാം കൂടിയിട്ട് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവമില്ല എന്ന് പറയുന്ന നിങ്ങൾ എത്ര പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? ഒരാളെ പേര് പറയാൻ വയ്യ. പറ്റും. രവിചന്ദ്ര സിയും ഹാർപ്പിക് ഹുസൈനും ഇവർ രണ്ടാളും ഇവരെ രക്ഷപ്പെടുത്തി. ഇവരിങ്ങനെ ദൈവങ്ങളില്ല എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കി നല്ല സുഖത്തോടെയുള്ള ജീവിതം നയിക്കുന്ന, നല്ല വിലപിടിപ്പുള്ള കാറുകൾ, കിടന്നുറങ്ങാൻ നല്ല കൊട്ടാരം പോലത്തെ വീടുകൾ, എവിടെയെങ്കിലും പോകുമ്പോൾ ലക്ഷറി ഹോട്ടലുകൾ, നല്ല സുഖം. ഇവര് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട രണ്ട് പേര് ഈ രണ്ട് നായിക്കാട്ടങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ എവിടെയെങ്കിലും അതിന് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരാളെ, ഒരു മനുഷ്യനെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ടോ? എവിടെ നിന്നാലും ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മതവർഗീയത പറഞ്ഞ നാരികളെ നിങ്ങൾ. ദൈവമില്ല എന്ന് പറഞ്ഞ യുക്തിവാദമല്ല നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മറ്റു മതങ്ങളെ പറ്റിയിട്ട് ഇമാതിരി വൃത്തികേട് പറയുന്ന സംഘികളെ വരെ നാണിപ്പിക്കുന്ന രണ്ട് വർഗീയവാദികളെ ഈ നാരികൾ. നിങ്ങൾ എന്നിട്ട് കളിയാക്കുന്ന ഈ മദ്രസ പൊട്ടന്മാർ എന്ന് പറയുന്ന മനുഷ്യരാടോ ഈ കേരളത്തിലായാലും എവിടെയുമുള്ള ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്നത്. പിന്നെ ഹിന്ദുക്കളെ അട്ടിപ്പറ അവകാശം ഏറ്റെടുക്കുന്ന സംഖ്യകളെ നിങ്ങൾ ഒരിക്കലും ഹിന്ദുവിന്റെ അട്ടിപ്പറ അവകാശം ഏറ്റെടുക്കണ്ട. നമ്മളും സഹോദരന്മാരായ മുസ്ലിങ്ങളും സഹോദരന്മാരായ ക്രിസ്ത്യാനികളും കൂടിയിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോയിക്കോളും. നമ്മൾ മനുഷ്യന്മാരെല്ലാം കൂടിയിട്ട് ആർക്കെങ്കിലും ഒരു അപകടം വന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കോളും. നമ്മളെ ഉള്ളിൽ ഒരു വർഗീയതയില്ല. നമ്മളെ കൊണ്ടാവുന്നത് കൊടുത്തിട്ട് നമ്മളെ രക്ഷപ്പെടും. ഒന്നീ നാട്ടിൽ നിന്ന് പോയി തരുക. സംഘികളോട്, ഈ ഹാർപ്പിക് ഹുസൈനോട്, ഈ രവിചന്ദ്ര സീനോടെല്ലാം കൂടിയിട്ടാ പറയുന്നത്, ഒന്ന് പോയി തരുക. ആ പോകുന്ന പോക്കിൽ ആ വിശകലനെ എടുത്തോ വിസർജനം നമ്പ്യാരെടുത്ത കുറെ ചാണകങ്ങളുണ്ട്, എല്ലാത്തിനും എടുത്തിട്ടൊന്ന് പോയി തരുക. നമ്മളെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ വിടുക. നമ്മൾ ഇവിടെ ഒരു സ്വർഗാക്കി വെച്ചതാണ്. ആ സ്വർഗത്തിലേക്ക് വന്നതാണ് നിങ്ങൾ. കട്ടുറുമ്പുകൾ വന്നിട്ട് ഈ സ്വർഗം ഇല്ലാതാക്കാൻ നോക്കിയാണ്. എന്തൊക്കെ നല്ലത് ചെയ്തു കഴിഞ്ഞാലും ഈ സംഖ്യകൾ ഒരിക്കലും നല്ലത് പറയില്ല. അവർക്ക് അതിന്റെ അകത്ത് മതവർഗീയത കുത്തിക്കയറ്റണം. ഞാൻ ഇപ്പോഴും പറയുന്ന കാന്തപുരം ഇതിന്റെ അകത്ത് ഇടപെട്ട് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിമിഷപ്രിയ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ സംഖ്യകളായിരിക്കും. കാരണം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ഈ കാന്തപുരത്തിനും അതിലൂടെ മുസ്ലിം സമുദായത്തിനും കിട്ടുന്നുള്ള പേടി കൊണ്ട് ഒരിക്കലും നിമിഷപ്രിയ രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യരൂപമുള്ള ഈ വർഗീയവാദികൾ ഉണ്ടെങ്കിൽ അത് സംഘികൾ മാത്രമായിരിക്കും. അവരുടെ കൂടെ കുറെ ക്രിസംഖികളും ഉണ്ടാവും. ആ ക്രിസംഖികളിൽ ഒരു ക്രിസ്ത്യാനിയും വിടുന്നില്ല, ആ സംഘികൾ ഒരു ഹിന്ദുവും വിടുന്നില്ല. കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്പോഴും ഉള്ളത്. ഒറ്റക്കെട്ടായിട്ട് തന്നെ. നിങ്ങൾ അതില്ലാതാക്കാൻ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയാലും ദൈവം വന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിർത്തും. അതിന് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നെ ഉണ്ടാക്കും. അപ്പൊ കുത്തിത്തിരിപ്പും കുമ്മനടി ശീലമാക്കിയ കേരളത്തിലെ സംഘികളെ, നിങ്ങൾ ഈ കേരളം നശിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചോ. നമ്മൾ ആ വെള്ളം എടുത്തിട്ട് നല്ല ചോറും കറി ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ നല്ലവരായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു പന്തിയിൽ ഇരുന്നിട്ട് ഒരില വെച്ചിട്ട് നല്ലോണം കഴിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ കുത്തി ഇരുന്നിട്ട് കരഞ്ഞോ സംഘികളെ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.